ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മോട്ടോ എഡ്ജ് 70 പ്രോവിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു എന്താ പറയുക ഫോണാണല്ലോ, 40,000 റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവരുടെ മോട്ടോറോള സിഗ്നേച്ചർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, മോട്ടോറോള ഹൈ എൻഡ് ഫോണാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ താഴെ വരുന്ന ഓൾമോസ്റ്റ് ഇതിന്റെ കറക്റ്റ് താഴെ വരുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്, മോട്ടോ എഡ്ജ് 70 പ്രോ. നമ്മൾ ഇതിന്റെ മോട്ടോ എഡ്ജ് 70യുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഫ്യൂഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഈ 70 പ്രോ നിങ്ങൾക്ക് എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഇതിനെ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 40,000 റേഞ്ചിൽ ഇതിനായിട്ടും ബെറ്റർ നമ്മൾ ഓൾറെഡി ചെയ്ത നമ്മുടെ നത്തിങ് ഫോൺ 4A പ്രോ ആണ്. ഇതിൽ ആക്ച്വലി നമ്മുടെ മോട്ടോറോള എഡ്ജ് 70 പ്രോയിൽ ആകെ 2 ക്യാമറ സെൻസർ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പ്രൊസസ്സർ ആക്ച്വലി വരുന്നത് അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡയമണ്ട്സിറ്റിയുടെ പ്രൊസസ്സറാണ്. 8500 എക്സ്ട്രീം എന്ന പ്രൊസസ്സറാണ് വരുന്നത്. അത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. പിന്നെ എന്താ പറയുക, 8GB റാം 256GB മോഡലിന് പ്രൈസ് വരുന്നത് എത്രയാണ് ഞാൻ നോക്കട്ടെ, ജസ്റ്റ് പ്രൈസ് 38,999 ആണ്. ഇപ്പോൾ കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം എന്നാലും നിങ്ങൾക്ക് 34 രൂപയാവും ഒരു ബേസ് വേരിയന്റ് വാങ്ങിക്കണമെങ്കിൽ. പിന്നെ മെയിൻ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 6.8 ഇഞ്ചിന്റെ കെർവ് പാനലാണ്. അതായത് ഫുള്ളി നമ്മുടെ പണ്ട് വരെ ഇറക്കാറില്ല ആ ഫുൾ ടൈപ്പ് കെർവ്, അങ്ങനത്തെ പാനല. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. കുറെ പേർക്കും ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. വെച്ചാൽ കമ്പനികൾ തന്നെ അത് മാറ്റി തരുന്നു. റീസെന്റ് എഡ്ജ് 70 എന്ന് പറഞ്ഞ സാധനം തന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ട് വന്നതാണ്. ഇപ്പൊ ഈ നമ്മുടെ മോട്ടോറോള സിഗ്നേച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് മൈക്രോ കെർവ്ഡ് ഡിസ്പ്ലേ ആണ്. പിന്നെയും ഭേദതാ നമ്മുടെ ഈ OnePlus 13 വന്ന മോഡല്. ഇത് ഫുള്ളി കെർവായിട്ടുള്ള ഡ്യുവൽ സൈഡിൽ കെർവായിട്ട് വരുന്ന മോഡലാണ്. അപ്പോൾ പണ്ടത്തെ മോട്ടോറോള ഇറക്കാവുന്ന അതേ സെയിം ഡിസൈൻ തന്നെയാണ് അവർ വന്നേക്കുന്നത്. എന്തുകൊണ്ട് തിരിച്ചതിലേക്ക് പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ പക്ഷേ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ, പണ്ടത്തെ മോട്ടോറോള ഡിവൈസുകൾക്ക് വീതി കുറവായിരുന്നു, ഇങ്ങനെ കെർവ് വരുന്നത്. ഇപ്പോൾ അത്യാവശ്യം വീതി ഉണ്ട്, പക്ഷെ കെർവുണ്ട്. അതുകൊണ്ട് തന്നെ ബെസലിലൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ ഇതിന്റെ ഒന്നാമത്തെ കാര്യം, ഇതിന് സ്ക്രീൻ ഗാർഡ് കിട്ടില്ല. ഒരു സ്ക്രീൻ ഗാർഡ് ഇപ്പോൾ തരുന്നില്ല. പിന്നെ വീണ് കഴിഞ്ഞാൽ പൊട്ടാൻ പറയുമ്പോൾ ഒരു മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്ക്രീൻ പൊട്ടാൻ നല്ല ചാൻസ് കൂടുതലാണ്. കോർണിംഗ് കുറയുള്ള 7 പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. സിഗ്നേച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് വിക്ടസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നിട്ട് പോലും അതിൽ സുഖമായിട്ട് സ്ക്രാച്ച് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ. പക്ഷേ ബാറ്ററി കപ്പാസിറ്റി ഒരു കൂട്ടിയിട്ടുണ്ട്. 6500 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ ആ കാറ്റഗറിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നത്തിങ് ഫോൺ 4A പ്രോയിൽ ആകെ 5400 mAh ബാറ്ററി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ആക്ച്വലി രണ്ടും ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഞാൻ ക്യാമറ പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് ആക്ച്വലി ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ ആ ഡിസ്പ്ലേയുടെ കെർവ് കാരണം. ഇപ്പൊ കെർവ് ഡിസ്പ്ലേ എനിക്ക് അധികം ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. പണ്ട് ഭയങ്കര പ്രീമിയം ഒരു ഫീച്ചർ ആയിരുന്നല്ലേ കെർവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ബഡ്ജറ്റ് സീരീസ് ഫോണുകൾ പോലും കെർവ് ഡിസ്പ്ലേ ഇറക്കുന്നില്ലല്ലോ, അവർ മാറ്റി. അപ്പോൾ ആ സമയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതിന്റെ മെയിൻ സെൻസർ സോണി ലിറ്റിയ 710 സെൻസറാണ്. അത്യാവശ്യം നമ്മുടെ ലോ ലൈറ്റിലൊക്കെ നല്ല പെർഫോമൻസ് വരുന്ന സെൻസർ തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ഇല്ല. അതൊരു ഭയങ്കര മിസ്സിംഗ് ആണ്. അത് എന്തിനാ അവർ മിസ് ചെയ്ത് പ്രോ സീരീസിൽ എന്ന് വെച്ചാൽ നത്തിങ് നമ്മുടെ മോട്ടോറോള എഡ്ജ് 70 നമ്മൾ ചെയ്തപ്പോഴും അതിൽ 2 സെൻസർ തന്നെയാണ്, 50-50 തന്നെയാണ്. പക്ഷെ അതിലും ടെലിഫോട്ടോ ലെൻസ് ഉണ്ടാകുന്നില്ല. പക്ഷെ പ്രോ സീരീസിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച ആക്ച്വലി ടെലിഫോട്ടോ ലെൻസ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതിലും അവർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ കൊള്ളാട്ടോ. മെയിൻ സെൻസറിന്റെ വൈഡ് ആംഗിളിന്റെ ഒരു ആവറേജ് തന്നെ പറയാനുള്ളൂ. പിന്നെ ആൻഡ്രോയിഡ് സ്കോർ വെച്ചിട്ട് നമുക്ക് 2.4 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ വേപ്പർ ചേമിങ് സംഭവം വരുന്നുണ്ട്. പിന്നെ ഇവരുടെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇവരുടെ ഒരു ഡിസൈൻ പാറ്റേൺ ആണല്ലോ, ഇതേ ഡിസൈൻ പാറ്റേൺ തന്നെ വന്നേക്കുന്നത്. പിന്നെ ഇവർക്ക് ആക്ച്വലി കളർ അനുസരിച്ചിട്ട് ഇവരുടെ ടെക്സ്ചർ മാറുന്നുണ്ട്. ഗ്രീൻ ആണെങ്കിൽ എന്താ പറയുക സാറ്റിൻ ഫിനിഷ്, നമ്മുടെ ബ്ലൂ ആണെങ്കിൽ ഫാബ്രിക് ഫിനിഷ്, അതുപോലെ തന്നെ വൈറ്റ് ആണെങ്കിൽ മാർബിൾ ഫിനിഷ് വന്നേക്കുന്നത്. പിന്നെ മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ സെയിം ആണ്. IP68, 69 അതൊക്കെ എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് 5200 നിറ്റ്സ് വരുന്നുണ്ട്. അത് നമ്മുടെ സിഗ്നേച്ചറിന്റെ ഡിസ്പ്ലേക്കും വരുന്നുണ്ട്. 6000 സംതിങ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 6.8 X3 AMOLED ഡിസ്പ്ലേ വരുന്നത്. സൂപ്പർ HD 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ആ കെർവ് ഒന്നും മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഇവർ ഓൾറെഡി പറയുന്നത് 2 ദിവസം ബാറ്ററി ബാക്കപ്പ് ഒക്കെയാണ് ഇവർ പറയുന്നത്. ഒരു 1.5 ദിവസമൊക്കെ മീഡിയം യൂസ് ആണെങ്കിൽ കിട്ടൂട്ടാ. 6500 പിന്നെ പോരത്തിന് ഇതിൽ സ്റ്റോക്ക് ആൻഡ് അതിൽ ബ്ലോട്ട് വൈസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ 90 വാട്ടിന്റെ ടർബോ പവർ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ മോട്ടോ സിഗ്നേച്ചറിന്റെ കൂടെയും കിട്ടുന്നുണ്ട്. ആ സെയിം സാധനം തന്നെ ഇതിലും കിട്ടുന്നത്. അത് നല്ല കാര്യം. എന്ന് വെച്ചാൽ ആ ചാർജറിന് തന്നെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ 4000 രൂപ കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ PD ചാർജറാണ് 90 വാട്ടിന്റെ. അപ്പോൾ അതൊരു നല്ല കാര്യമാട്ടോ. നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വരെ എല്ലാത്തിലും വരുന്നുണ്ട്. അത് വേറെ കാര്യം. പിന്നെ AI ഫീച്ചേഴ്സ് ഒക്കെ ലിമിറ്റഡ് ആണല്ലോ കേട്ടോ, ഭയങ്കരമായിട്ടുള്ളതൊന്നുമില്ല. അതിപ്പോൾ നത്തിങ്ങിലും ലിമിറ്റഡ് തന്നെയുള്ളൂ, വേറെ കാര്യം. പിന്നെ 3 years of OS അപ്ഡേറ്റ് ആണ് വരുന്നത്. അത് കുറവാണ് കുറച്ച്. സെക്യൂരിറ്റി അപ്ഡേറ്റ് 5 കൊല്ലം ഉണ്ട്. പക്ഷേ മെയിൻ OS അപ്ഡേറ്റ് 3 കൊല്ലം വരുന്നുള്ളൂ ഒരു എഡ്ജ് സീരീസിലൊക്കെ. ഈ സിഗ്നേച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 7 കൊല്ലം കിട്ടുന്നുണ്ട്. അത് കുറവാണ്. നത്തിങ് ഫോൺ എനിക്ക് തോന്നുന്നു 4 കൊല്ലം ഉണ്ടെന്നുണ്ട്.
അപ്പോൾ നിങ്ങളൊരു ക്യാമറ ഫോൺ മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നത്തിങ് ഫോൺ 4A Pro ആയിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ ലുക്കും കിടിലനാണ്. അത് ഞാൻ ഓൾറെഡി നമ്മളെ വീഡിയോ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സെൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് അത് ഇട്ട് ദിവസം അടുത്ത ദിവസം തന്നെ സെൽ ഔട്ടായി. ഭയങ്കര ഡിമാൻഡാന്നുണ്ട് 4A Proന്. നമ്മുടെയിലും 8GB 256GB വരുന്നതിനുണ്ടായിരുന്നത് ഇതേ സെയിം പ്രൈസ് തന്നെയായിരുന്നത്. കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് 37 രൂപയ്ക്കൊക്കെ ആയിരുന്നു. ഇതിന് കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 35 രൂപ 34 രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു 10,000-3000 രൂപയുടെ കൂടുതൽ നത്തിങ് ഫോണിന് വരുന്നുണ്ട്. അതിന് നമ്മുടെ എന്താ പറയുക ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അതാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. പിന്നെ മെറ്റൽ ബോഡിയാണ് ഇതിൻ്റെ, നിങ്ങൾക്ക് അറിയാം. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, നല്ല ഡിസ്പ്ലേയിൽ വരുന്നത്. പിന്നെ കർവ് ഡിസ്പ്ലേ ഇഷ്ടമുള്ളവർക്ക് പിന്നെ കുഴപ്പമില്ല, കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ്. അത് ആകെ പ്രശ്നം കർവ് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോയിന്റ് അതുകളാണ്. ഞാൻ ക്യാമറ ടെലിഫോട്ടോ ലെൻസ് ഇല്ലാത്തതും അതുപോലെ തന്നെ അതിന് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ ആക്ച്വലി ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്കിപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒന്നും ആവശ്യമില്ലെങ്കിൽ മെയിൻ സെൻസർ മാത്രം ഉണ്ടെങ്കിൽ കിടിലൻ ഫോണാണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രമല്ല, അത് ക്ലാരിഫൈ ചെയ്തത് മാത്രമല്ല. വെച്ചാൽ മിക്ക ആൾക്കാർ 40,000 കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നത് ക്യാമറ നോക്കാണ്ട് ആരും ഈ കാലത്ത് ഒരു ഫോൺ എടുക്കില്ല എന്ന് 40,000 രൂപയ്ക്ക് തോന്നുന്നു. പറയുമ്പോൾ 2026 ഇതൊക്കെ മാറി. അത് വേറെ കാര്യം. 50,000 രൂപയ്ക്ക് പോലും നല്ലൊരു ക്യാമറ ഫോൺ കിട്ടാനില്ല ഇപ്പോൾ. അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ആ 40,000 കൊടുക്കുമ്പോൾ മിക്ക ആൾക്കാരും ക്യാമറ നോക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ആക്ച്വലി നത്തിങ് ഫോൺ 4A Pro ആണ് ഇഷ്ടം, അതുപോലെ തന്നെ മോട്ടോ എഡ്ജ് 670 Pro ആണോ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ V70 കിട്ടും 40,000 രൂപയ്ക്ക് റേഞ്ചിലിട്ട് വിവോ. അത് ക്യാമറ ഫോൺ നോക്കുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് വേണം. അത് ക്യാമറ ഫോൺ മാത്രമേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ V70 തന്നെയാണ് ബെസ്റ്റ്. 45 ശരിക്കും. നിങ്ങൾക്ക് കാർഡ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 40,000-41 ആ റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ. ക്യാമറ ഫോൺ നോക്കുകയാണെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. 50-58 നമ്മുടെ നത്തിങ് ഫോൺ 4A Proന്റെ അതേ സ്പെസിഫിക്കേഷൻ തന്നെയാണ്. 50-58 എന്താ പറയുക വൈഡ് ആംഗിൾ അതിൽ 8 വരുന്നത്. ഇതിൽ നമുക്ക് 50-50 സെൽഫിയും 50 ആണ്. ഞാൻ ആക്ച്വലി നോക്കിയപ്പോഴേ നമ്മുടെ നത്തിങ് ഫോണിന്റെ 4A Proനായിട്ടും സെൽഫിയുടെ ക്യാമറയിൽ കുറച്ചുകൂടി ബെറ്റർ, ചെറുതായിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ നമ്മുടെ എഡ്ജ് 70 Proന്റെ ആണ്. അവർ ആക്ച്വലി ഈ പ്രാവശ്യം നല്ലപോലെ കുറച്ച് ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡ്ജ് 70 അല്ല സിഗ്നേച്ചറിന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഇറക്കിയ സമയത്ത് ഇതിൽ നിറച്ച് ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ പതുക്കെ അത് ഫിക്സ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മെയിൻ ഇഷ്യൂ ഒപ്റ്റിമൈസേഷനും പ്രോസസ്സിംഗിലാണ്. ഇമേജ് പ്രോസസ്സിംഗിലാണ് അവരുടെ മെയിൻ ഇഷ്യൂ. സെൻസറൊക്കെ കിടലായിരിക്കും. അതും അവർ ആക്ച്വലി പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പം നമ്മുടെ റീസെന്റ് ഇറങ്ങിയ 70 Pro അടക്കം നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ആക്ച്വലി മോട്ടോറോള ഡിവൈസുകൾ ഒരു ജെറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ എഡ്ജ് 70 Pro ഇല്ല. അതൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നത്. അവർക്ക് ആകെ ഇമ്പ്രൂവ് ആയിട്ടുള്ളത് സർവീസാണ്. അത് എന്താ അവസ്ഥ എന്നറിയില്ല. സിഗ്നേച്ചറിൽ പിന്നെ സെപ്പറേറ്റ് സർവീസാണ്. അത് പിന്നെ വേറെയാണ്. എഡ്ജ് 70 എന്തായാലും നിങ്ങൾ സർവീസ് സെന്ററിലേക്ക് കൊണ്ടുവരും. അതും വേറൊരു ഇഷ്യൂ ആണ് മോട്ടോറോളയുടെ സർവീസ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നത്തിങ്ങിൻ്റെ നോക്കിയാലും സർവീസും വലിയ വ്യത്യാസമൊന്നുമില്ല. ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിൽ വലിയ കാര്യമുള്ള സർവീസ് സെൻ്റർ ഒന്നും ഇല്ല. എല്ലാം തേർഡ് പാർട്ടി തന്നെയാണ്. നമ്മുടെ മോട്ടോറോള പോലെ തന്നെ തേർഡ് പാർട്ടി തന്നെയാണ്. ലിനോവയുടെ പോലെ തന്നെ ലിനോവയും മോട്ടോറോള ഒരുമിച്ചാണ് നമ്മുടെ സർവീസ് കൊടുക്കുന്നത്. നത്തിങ്ങിൻ്റെ മിക്ക ആൾക്കാർ ഇതുപോലെ തന്നെ ഇവരെല്ലാം കൂടിയിട്ടുള്ള ഒരു ഏജൻസി തന്നെയായിരിക്കും. അപ്പോൾ അതും വലിയ നിങ്ങൾക്ക് മെയിൻ ഇഷ്യൂ ആയിട്ട് വരാനുള്ള ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ ലുക്ക് വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ നത്തിങ് ഫോൺ 4A Pro തന്നെയാണ്. അത് ലുക്കിൽ ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ബാക്കിലത്തെ നമ്മുടെ എന്തിൻ്റെ പേര് മാട്രിക്സ് ആ സംഭവമൊക്കെ കിടലായിരുന്നു. ഞാൻ ആളുടെ വീഡിയോയിൽ പറഞ്ഞു. എസ്പെഷ്യലി അതിൻ്റെ സിൽവർ കളർ കേട്ടോ. ബ്ലാക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ഞാൻ എന്നിട്ട് ഞാൻ ഷോപ്പിൽ പോയിട്ട് നത്തിങ് ഫോൺ 4A Pro എടുത്തിട്ടുണ്ടായിരുന്നെ. സിൽവർ കളറിൽ ഒടുക്കത്തെ ലുക്കാണ് സാധനം ബാക്കിൽ നിന്ന് കാണുമ്പോട്ടാ. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു 4A Proന്റെ ഒരു അലക്സ മിണ്ടാണ്ട് അലക്സ. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോറോള എഡ്ജ് 70 Proന്റെ ഒരു വെർഡിക്റ്റ് ഇട്ടാ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആണ് ക്വാളിഫയർ. അപ്പോൾ എന്തെങ്കിലും സംശയം കാണുമ്പോൾ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കമൻറ്റ് പോകുന്നതാണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ajnj.banksupportdot നിങ്ങൾക്ക് അതുകൂടെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സിവിൽ സ്കോറും എലിജിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. എല്ലാം RBI അപ്രൂവ്ഡ് ലോണുകളും ക്രെഡിറ്റ് കാർഡ് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല ആണ് കേട്ടോ. നോക്കാൻ മറക്കണ്ട. സെറ്റ് ആപ്പിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അതിൻ്റെ PM അടുത്ത് കാണാം.